അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചല്ലടാ. ആ സുമിത്രയുടെ കയ്യിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. എടാ രാവണ, ചാടി ഹനുമാൻ ഭഗവാന്റെ മതില് രാവണ കാണണം. നിന്റെ തീരുമാനം അങ്ങ് ബോധിച്ചടാ. പേര് പറയുന്നത് കണ്ടില്ലേ? പെയ്യട്ടെന്ന്. ഓ അതുകൊണ്ട് ഇതിനൊരു വൈപ്പർ പിടിപ്പിക്കണ്ട. ഇനി അതിനും കൂടെ ഭഗവാനോട് കാശ് ചോദിക്കണം. ഒരാള് ഓട്ടോ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ, പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അവന് പറ്റാത്ത ഉയരവും അവൻ കീഴടക്കി. എന്താടാ, എന്താ പറ്റിയേ? വിനയ പോയടാ, നമ്മള് തിയേറ്ററിലെ കാശ് മൊത്തം പോയടാ. നീ എന്തേ പറയുന്നത്? രാവിലെ ഓഫീസ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. ഭഗവാന് കൊടുക്കാനുള്ളത് ഉത്സവ പടത്തിന്റെ കളക്ഷനും മൊത്തം പോയടാ. ഇതറിയാവുന്ന ആരോ ആണ്. ഇവിടെ കയറി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത് അറിയുന്നവൻ തന്നെ ആയിരിക്കണം. മാധവൻ നായർ ഒരു പരാതി എഴുതി സ്റ്റേഷനിലേക്ക് വാ. സാർ എങ്ങനെയെങ്കിലും എന്റെ ഈ കാശ് കണ്ടുപിടിച്ചു തരണം. ഈ ടോക്കീസ് ഇല്ലെങ്കിൽ ഞാനില്ല. നിങ്ങൾ വേവലാതിപ്പെടാതിരിക്കൂ, നമുക്ക് നോക്കാം. സാറേ, ഇവിടെ അടുത്ത് 2-3 വീടുകളിൽ കയറി, പിന്നെ എന്റെ കടയിലും കയറി. ഈ സുഗുണന്റെ മാലയും പൊട്ടിച്ചോണ്ട് ഓടി. അത് ശരി, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടെന്താ ആരും പരാതിപ്പെടാഞ്ഞേ? അല്ല, ഉത്സവം തുടങ്ങിയതോടെ പതിവാ സാറേ. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാറന്മാർ ഇതന്വേഷിക്കാനായി ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ലായിരുന്നു. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. താൻ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ പൊന്നു സാറന്മാരെ, ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നൊരു ഭൂലോക കള്ളനുണ്ട് ഇവിടെ, ഇവരുടെ സംഘത്തില്. എവിടെടാ അവൻ? എടാ, നിന്റെയൊക്കെ ഒരേ ബോംബെ വന്നവൻ തക്കാൻ കിട്ടിയപ്പോ അവൻ കാശും കൊണ്ട് പോയത് കണ്ടില്ലേ? പോക്രിത്തരം പറഞ്ഞോളാം. ഓ, പോക്രിത്തരം കാണിച്ചിട്ട് നാട് വിടുന്നതിൽ കുഴപ്പമില്ല. ആദ്യം ഗഗനെ പൊക്ക്, എന്നിട്ട് അവരോട് ചോദിക്കും, അപ്പ അറിയാം. വെറുതെ നിന്ന് കാരഴിപ്പിക്കാതെ വാടാ, മൊത്തം കള്ളന്മാരെ. സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെ കാണും. സുഗുണ, വാ. പുറത്തുനിന്നുള്ള ആരുടെ കളി? ആരാന്നേ ഉത്സവത്തിന് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇനിയാ പണ്ടോരെ തരികട കാണിച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നല്ല ജീവിതം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് പഠിപ്പിച്ചെന്ന നീറാശാൻ ഇനിയില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ തോന്നിയില്ലടാ. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ആർക്ക് എപ്പോൾ എന്താ സംഭവിക്കാന്നറിയില്ല. വള്ളിയും പുള്ളിയും ഒരിക്കൽ തെറ്റാൻ തുടങ്ങിയ പിന്നെ തെറ്റിക്കൊണ്ടേയിരിക്കും. മാധവേട്ടൻ പാവം ആ ടാക്കേസിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. നിരാശാനും ടാക്കേസും എല്ലാം കൂടെ ആയപ്പോൾ ആ പടസങ്കടത്തിലാണ്. നമ്മളെല്ലാവരും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശ്രീദേവി അളിയൻ്റെ ഒരു കാഞ്ഞ ബുദ്ധിയേ. ഞാൻ പറഞ്ഞല്ലോ ഗോവാച്ച, ആ സ്ഥലം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ വന്ന് ചേരുന്നു. ശരിയാളിയ, ഇനി എത്ര അവധി കൊടുത്താലും മാധവൻ ആ കണക്ക് തന്നു തീർക്കും തോന്നണില്ല. താൻ എന്തായാലും പണിക്കുള്ള ആളെ കൂട്ടിക്കോ. നാളെ സൂര്യൻ ഉദിച്ച് പെരുവത്ത് കടവിൻ്റെ മുകളിലെത്തുമ്പോൾ ആ ടാക്കീസ് ഉണ്ടാവരുത്.
മാധവ ഞാനിതങ്ങ് എടുക്കുക. ഇതിന്റെ ഉള്ളില് ഒരുത്തനും കാലുകുത്തില്ല. നേരെ നിൽക്കണ ഒറ്റ ഒരുത്തൻ പാകിസ്ഥാനിൽ കയറിപ്പോയിരുന്നു. താൻ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു ചുക്കും നടക്കത്തില്ല. അത് ഏത് മേനോനാണെങ്കിലും ഭഗവാനാണെങ്കിലും തനിക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തന്നു തീർക്കും. എടാ ചള്ള് ചെറുക്ക, നീ എന്തോ വളർത്തി തരുന്നാ പറയുന്നേ? പറയാൻ പേരിനൊരു പണി പോലുമില്ല. പോയി അതുണ്ടാക്കാദ്യം, എന്നിട്ട് രോഷാകുൽ. മാധവ, മുക്കാചക്രത്തിന്റെ കണക്കല്ല ഇത്. മേനോൻ സാറേ, ഓർമ്മ വെച്ച കാലത്ത് എൻ്റെ അച്ഛൻ തുടങ്ങിയതായി തിയേറ്റർ. ഇത് എൻ്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ഥലമോ എന്ത് വേണമെങ്കിലും സാർ എഴുതിയെടുത്തു. ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള അനുവാദമെങ്കിലും എനിക്ക് തരണം. എടോ മാധവ, തന്റെ ചരിത്രം അറിയാനല്ല ഞാൻ വന്നത്. പെരുവത്ത് കടവുകാരെ മുഴുവൻ സിനിമ കാണിച്ച് പുണ്യാളനാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ ഇതിനകത്തൊന്ന് എന്തുണ്ടാക്കാനാ തന്റെ വിചാരം? ആ ഫിലിം കറക്കുന്ന കുന്ത്രാണ്ടത്തിന് ഉണ്ടാക്കാന്ന് വെച്ചാ 960 ഉണ്ടാക്കിയ ഒരു തുരുമ്പ്. മാധവ, വെറുതെ കേസും വെക്കാനൊന്നും വേണ്ട. അതാ നമുക്ക് 2 പേർക്കും നല്ലത്. ഇതേ താൻ ഒപ്പിട്ട് തന്ന മുദ്രക്കടലാസ. ഇതിൽ ഞാനിത് അങ്ങ് എഴുതി ചേർത്തു. വിനയ, അവരെടുത്തോട്ടെ. നോക്കി നിൽക്കാണ്ട് ചെന്ന് പൊളിക്കണം.